24 റൗണ്ട് ഓഫ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കാസർഗോഡ് കൊളത്തൂരിൽ പുലി തുരങ്കത്തിൽ കുടുങ്ങി. പുലിയെ മയക്കുവെടിവെക്കും. നാളെ പുലർച്ചെ വയനാട്ടിൽ നിന്നും വെറ്റിനറി സർജൻ എത്തും. വടം കെട്ടി RRT സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചാളക്കാട് മടന്തക്കോട് വി കൃഷ്ണന്റെ കവുങ്ങൻ തോട്ടത്തിന് സമീപമുള്ള തുരങ്കത്തിലാണ് പുലിയെ കണ്ടെത്തിയത്. അരുൺ പാറക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോഡ്. അരുൺ, മയക്കുവെടിവെക്കാനുള്ള നീക്കം ഇനിയിപ്പോൾ ദൗത്യം നാളെയാണ് പുനരാരംഭിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ വിവരങ്ങൾ എന്താണ് അരുൺ പാറക്കൽ? ബേഡർക്ക പഞ്ചായത്തിലെ കൊളത്തൂർ മടന്തക്കോട് കൃഷ്ണൻ്റെ വീടാണ്. കൃഷ്ണൻ്റെ വീടിന് സമീപത്തുള്ള ഈ കവുങ്ങിൻ തോപ്പിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത്. അവിടെ ഈ വെള്ളം പോകുന്നൊരു ചാലുണ്ട്. ആ പ്രദേശത്താണ് ഇങ്ങനെ പുലി കുടുങ്ങിക്കിടക്കുന്നത്. പന്നിക്ക് ഈ നാട്ടുകാരിൽ ആരോ ഒരാൾ പന്നിക്ക് ഇവിടെ മുള്ളംപന്നിക്ക് കെണി ഒരുക്കിയിരുന്നു. ആ കെണിയിലാണ് ഈ പുലി കുടുങ്ങിയിരിക്കുന്നതെന്നൊരു സൂചന വനംവകുപ്പ് നൽകുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊരു ഉറപ്പില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും അങ്ങോട്ട് പുലി നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് വെളിച്ചമടിച്ചു കഴിഞ്ഞാൽ പുലി പ്രകോപനമാവും, അത് അപകടം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഈ വെളിച്ചം അടിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തണമെന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് ആളുകളെയൊക്കെ കടത്തിവിടുന്നത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വടം ഉപയോഗിച്ചുകൊണ്ട് അവിടെ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്, ആളുകളെ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ പുലി അപകടകാരിയാണ്, അക്രമകാരിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നാളെ രാവിലെയാണ് ഈ പുലിയെ ഇവിടുന്ന് മാറ്റാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ ഒടുവിൽ പുറത്തുവരുന്ന വിവരം. കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും ഡോക്ടർമാർ സ്ഥലത്തെത്തണം. മയക്കുവെടി വെച്ചതിന് ശേഷം മാത്രമാണ് പുലിയെ ഇവിടുന്ന് മാറ്റാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പ്രദേശത്തൊക്കെ തന്നെ പുലിശല്യം ഉണ്ടായിരുന്നു. ഈ മൂളിയാർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളാണ്. അവിടെയൊക്കെ പുലിശല്യം ഉണ്ടായിരുന്നു. ഈ ബേഡെടുക്ക പഞ്ചായത്തിൽ കാടൊന്നുമില്ല, പക്ഷേ പുലി ഇങ്ങോട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ധാരാളം വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചേട്ടാ, ഈ പുലിശല്യം ധാരാളം പുലിശല്യം എന്ന് പറയുന്നത് ഒരു 4-5 മാസമായിട്ട് ഇങ്ങനെ സ്ഥിരം ആടുകളെല്ലാം കുറേ പട്ടികളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ മിനിയാന്ന് എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് തന്നെ ഒരു പട്ടിയെ കൊണ്ടുപോയായിരുന്നു. അത് പ്രത്യക്ഷമായിട്ട് കണ്ടായിരുന്നു, ഒരു പയ്യ കൊണ്ടുവന്നു. പുലിനെ കണ്ടിരുന്നു. പിന്നെ ഇന്ന് ശരിക്കും ഇവിടെ ലൊക്കേറ്റ് ചെയ്തല്ലോ. ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചിരുന്നു. ഉദ്യോഗസ്ഥരെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാർ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ താഴെ ഏതോ ഭാഗത്ത് മറ്റേ ക്യാമറ ഒക്കെ പതിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും പുലിനെ കണ്ടെത്താൻ പറ്റില്ല. ഇതൊരു ജനവാസ മേഖലയാണ്. ബേഡർക്ക പഞ്ചായത്തിൽ എവിടെയും കാടില്ല. പക്ഷേ മൂളിയാർ വനമേഖലയിൽ ഇതിൻ്റെ തൊട്ടടുത്ത് മേലെല്ലാം ഇഷ്ടംപോലെ വീടുണ്ട്. ഇവിടെ താഴെ അത്ര കുഴിയിൽ അത്ര കൂടുതൽ വീടൊന്നുമില്ല, 10-20 വീടേ കാണും. അതുതന്നെയാണ് ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത് പോലെ തന്നെ ജനവാസ മേഖലയാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ പുലി ധാരാളമായി ഇറങ്ങുന്നുണ്ട്. മൂളിയാർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തൊക്കെ പുലിശല്യം ഉണ്ട് എന്നാണ് പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവരുടെ കഴിവിൻ്റെ പരമാവധി എടുത്തുകൊണ്ട് ഈ പുലികളെ തുരത്തുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പല ഭാഗത്തും പുലികളെ ട്രാപ്പ് ചെയ്യുന്നതിനുള്ള ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ധാരാളം കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പുലി അതിലൊന്നും പെടുന്നില്ല. മാത്രമല്ല, ഇരിയണ്ണി മേഖലയിലൊക്കെ മൂളിയാർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഇരിയണ്ണി പ്രദേശങ്ങളിലെ വനംവകുപ്പിൻ്റെ ക്യാമറ ട്രാപ്പിൽ 4 പുലികളെ കണ്ടിരുന്നു. അതിൽ 2 കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ഈ പുലിയെ പിടികൂടുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പങ്കുവച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഇന്ന് വൈകുന്നേരം 6:30 ഈ ഒരു കവുങ്ങിൻ തോപ്പിനടുത്ത് പുലി തുരങ്കത്തിൽ കുടുങ്ങിയത്. നാളെ രാവിലെയോടുകൂടി പുലിയെ അവിടെ നിന്ന് മയക്കുവെടി വെച്ച് നീക്കാൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. അരുൺ പാറക്കൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. 57% വോട്ടിംഗ് ശതമാനം. BJP ഡൽഹി ഭരിക്കുമെന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ പ്രവചനങ്ങളും പറയുന്നത്. 60 സീറ്റുകൾ വരെ BJP നേടുമെന്ന് ഏജൻസികൾ പ്രവചിക്കുന്നു. 2 ഏജൻസികൾ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് സാധ്യത പ്രവചിക്കുന്നത്. 1/4 നൂറ്റാണ്ടിന് ശേഷം BJP ഡൽഹി പിടിക്കുമെന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. 60 സീറ്റുകൾ വരെ BJP നേടുമെന്ന് പീപ്പിൾസ് പൾസ്, 50 സീറ്റുകൾ വരെ നേടുമെന്ന് പോൾ ഡയറിയും 49 സീറ്റുകൾ വരെ നേടുമെന്ന് PMark സർവേയും പറയുന്നു. മാട്രിസയുടെയും സി ന്യൂസിന്റെയും സർവേകളിൽ AAPയും BJPയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആം ആദ്മി പാർട്ടി കേവല ഭൂരിപക്ഷം നേടുമെന്ന് മാട്രിസയും 38 സീറ്റുകൾ വരെ നേടുമെന്ന് സി ന്യൂസും പ്രവചിക്കുന്നു. 2 ഏജൻസികളാണ് ആം ആദ്മി പാർട്ടി തുടർഭരണം നേടുമെന്ന് പ്രവചിക്കുന്നത്. മൈൻഡ് ബ്രിങ്ക് 49 സീറ്റുകൾ വരെയും വി പ്രിസൈഡ് 52 സീറ്റുകൾ വരെയും ആം ആദ്മി പാർട്ടി നേടുമെന്ന് പ്രവചിക്കുന്നു. 2015-ലും 2020-ലും നേടിയ വമ്പൻ വിജയം ആം ആദ്മി പാർട്ടിക്കുണ്ടാകില്ലെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. एग्जिट पोल ഫലങ്ങൾ പൂർണ്ണമായി തള്ളുകയാണ് ആം ആദ്മി പാർട്ടി. एग्जिट पोल मुझे लगता है कि आम आदमी पार्टी के वोटर को सही तरीके से रीड कर नहीं पाता है, ये हिस्टोरिकल एविडेंस है. जितना भी एग्जिट पोल दिखा रहे हो उसमें 20-30 सीट जोड़ लीजिएगा तो आपको अंदाजा हो जाएगा कि आम आदमी पार्टी एक बहुत अच्छे मैंडेट के साथ, एक बहुत अच्छे नंबर के साथ सरकार बनाने जा रही है. തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് കളത്തിലിറങ്ങിയ കോൺഗ്രസിന് സമ്പൂർണ്ണ നിരാശ.
പരമാവധി 2 സീറ്റുകൾ വരെയാണ് കോൺഗ്രസിന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. BJP 40 സീറ്റുകൾ വരെ നേടുമെന്ന് 24 പോൾ ഓഫ് പോൾസ്. ആം ആദ്മി പാർട്ടി 29 വരെയും കോൺഗ്രസ് പരമാവധി 1 സീറ്റും നേടും. ന്യൂസ് ഡെസ്ക് 24. CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ വകുപ്പുകൾക്കെതിരെ വിമർശനം ആവർത്തിച്ചു പ്രതിനിധികൾ. NCP തീരുമാനിച്ചിട്ടും വനമന്ത്രിയെ മാറ്റാൻ CPIM തടസ്സം നിൽക്കുന്നു. വന്യജീവികൾ ആളെ കൊല്ലാൻ വേണ്ടിയാണോ മന്ത്രിയെ CPIM നിലനിർത്തുന്നതെന്ന് ജനങ്ങൾ പരിഹാസത്തോടെ ചോദിക്കുന്നുവെന്നും സമ്മേളനത്തിൽ വിമർശനം. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിശദാംശങ്ങൾ. രജിത്ത്, ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ സർക്കാർ വകുപ്പുകൾക്കെതിരെ അടിമുടി വിമർശനമാണ്. NCP തീരുമാനിച്ചിട്ടും വനമന്ത്രിയെ മാറ്റാൻ CPIM തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. ആളെ കൊല്ലാൻ വേണ്ടിയാണോ മന്ത്രിയെ CPIM നിലനിർത്തുന്നതെന്ന് ജനങ്ങൾ പരിഹാസത്തോടെ ചോദിക്കുന്നുവെന്നും പ്രതിനിധികൾ ഈ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. അനധികൃത സമ്പാദിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ ഇനിയെങ്കിലും പാർട്ടിക്ക് കഴിയണം. പണം പിരിക്കുന്നവർ ആരാണെന്ന് നേതാക്കൾക്കും പ്രവർത്തകർക്കും എല്ലാം അറിയാം. പുറത്തു പറഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യുമെന്ന ഭയമുള്ളതിനാലാണ് പലരും ഒന്നും മിണ്ടാതിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പക്ഷേ നടപടിയെടുക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരായ വ്യക്തിപൂജയ്ക്കെതിരെയും വിമർശനമുണ്ട്. മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുള്ള സ്തുതിഗീതത്തിലായിരുന്നു വിമർശനമുണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനമായും വന്ന മറ്റൊരു വിമർശനം സ്മാരകം എവിടെ എന്നായിരുന്നു. കാരണം 1.5 കോടി രൂപ സമാഹരിച്ചിട്ടും SFI ജില്ലാ ഓഫീസായി ധീരജ് സ്മാരക മന്ദിരം നിർമ്മിച്ചില്ല എന്നുള്ളതാണ് പ്രധാന വിമർശനം. വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും തടസ്സങ്ങൾ സാങ്കേതികമാണെന്നുമാണ് ജില്ലാ നേതൃത്വത്തിന്റെ മറുപടിയും വന്നിരിക്കുന്നത്. മാത്രമല്ല DYSI കോൺട്രാക്ടർമാരിൽ നിന്നും പണം മേടിച്ച് കടകൾ തിരിച്ചോർ വാങ്ങി കൊടുക്കുന്നു. ഈ രീതി ശരിയായ പ്രവണതയല്ലെന്നും വിമർശനം ഉന്നയിക്കുന്നുണ്ട് പ്രതിനിധികൾ. ശരി, രാഹുൽ വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനെ എതിർത്ത് CPI. മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി P. പ്രസാദാണ് CPIയുടെ എതിർപ്പ് അറിയിച്ചത്. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. ഇതിനു മുമ്പ് ആശങ്ക അറിയിച്ച മന്ത്രിമാരുമായി ചർച്ച നടത്തും. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നത് സംബന്ധിച്ച ബില്ലായിരുന്നു ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന അജണ്ട. അജണ്ടയിൽ ഉൾപ്പെടുത്തി വന്ന വിഷയത്തിൽ CPI മന്ത്രി P. പ്രസാദ് തുടക്കത്തിലെ എതിർപ്പറിയിക്കുകയായിരുന്നു. നിലവിൽ സംസ്ഥാനത്തുള്ള സർവകലാശാലകൾ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. ഈ അവസ്ഥയിൽ സ്വകാര്യ സർവകലാശാലകൾ കൂടി പ്രവർത്തനാനുമതി നൽകിയാൽ ഈ സർവകലാശാലകളുടെ സ്ഥിതി എന്താകുമെന്നായിരുന്നു കൃഷിമന്ത്രി P. പ്രസാദിന്റെ ചോദ്യം. സംവരണ മാനദണ്ഡം, ഫീസ് ഘടന തുടങ്ങിയ കാര്യങ്ങളുള്ള ആശങ്ക മറ്റ് CPI മന്ത്രിമാരും പ്രകടിപ്പിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജും തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചു. ഇതോടെ അജണ്ട മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു യോഗത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ടാണ് വിഷയം മാറ്റിവെച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് മേഖല ഉൾപ്പെടെ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനുള്ള നിയമനിർമ്മാണമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം ഉറപ്പാക്കാനുള്ള നിർദ്ദേശവും കരട് ബില്ലിലുണ്ട്. കഴിഞ്ഞ CPIM സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച നവകേരള രേഖയിലാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാവുന്ന നിർദ്ദേശം ആദ്യം വന്നത്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസർ ഫീ പിരിക്കാൻ LDF അനുമതി നൽകിയെന്ന് മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. പിരിവിനെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ടോൾ പിരിവ് തുടങ്ങിയാൽ ഭേദം നടന്നു പോകുന്നതാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു. മുന്നണി യോഗത്തിൽ യൂസർ ഫീ പിരിവിൽ ചർച്ചയോ തീരുമാനമോ ഉണ്ടായിട്ടില്ലെന്ന് ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് പിരിവിന് LDF പച്ചക്കൊടി കാട്ടിയിട്ടുണ്ടെന്ന കൺവീനറുടെ പ്രതികരണം. കിഫ്ബി വഴി ഫണ്ട് മുടക്കി വൻ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. അത്തരം ചില വികസന പദ്ധതികളിലൂടെ വരുമാനമാർജിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് തീരുമാനമെടുത്തിട്ടുള്ളതാണ്. യൂസർ ഫീ പിരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. യൂസർ ഫീ പിരിവിനെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. ഈ കിഫ്ബിയുടെ റോഡിന്റെ പേരിൽ ടോൾ പിരിക്കാനുള്ള ആ നീക്കത്തെ ഞങ്ങൾ ശക്തിയായി തടയും. നമ്മൾ കൊടുക്കുന്ന നികുതി പണം ചെലവാക്കിയിട്ടാണ് കിഫ്ബിയുടെ വർക്ക് നടക്കുന്നത്. ആ വർക്കിന് വീണ്ടും ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടോൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞത് എന്ത് ന്യായീകരണമാണ്? കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസർ ഫീ പിരിക്കാനുള്ള നീക്കത്തെ മുസ്ലിം ലീഗ് നേതൃത്വം പരിഹസിച്ചു. കേരളം പോലെ ജനസാന്ദ്രതയുള്ള ഒരു സ്റ്റേറ്റിൽ ഒരു റോട്ടിൽ നിന്ന് മറ്റേ റോട്ടിലേക്ക് തിരിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഇറങ്ങി ടോൾ കൊടുക്കലല്ലാതെ പോണ്ടാതൊക്കെ അതിനേക്കാളും നല്ലത്. യൂസർ ഫീ പിരിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുമെന്ന CPIMന്റെ നിലപാടാണ് മുന്നണി കൺവീനറിലൂടെ പുറത്തുവരുന്നത്. 24, തിരുവനന്തപുരം.
കൊല്ലം കോർപ്പറേഷൻ മേയർ സ്ഥാനം CPIM രാജിവെക്കാത്തതിൽ പ്രതിഷേധിച്ച് ഡെപ്യൂട്ടി മേയർ സ്ഥാനമടക്കം 2 കൗൺസിൽ ചെയർമാൻ സ്ഥാനങ്ങൾ CPI രാജിവെച്ചു. പാർട്ടി തീരുമാനപ്രകാരമാണ് രാജിയെന്ന് നേതാക്കൾ വ്യക്തമാക്കി. അടുത്ത തിങ്കളാഴ്ച രാജിവെക്കുമെന്ന് മേയർ പ്രസന്ന ഏണസ്റ്റ് വ്യക്തമാക്കി. വൈകുന്നേരം 5-ന് മുൻപ് CPIM മേയർ രാജിവെക്കണമെന്ന അന്ത്യശാസനമാണ് CPI നൽകിയത്. ഇല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ CPI രാജിവെക്കുമെന്നായിരുന്നു നിലപാട്. മേയറുടെ രാജി ഉണ്ടാകാതെ വന്നതോടെയാണ് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവ് സോമൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവിതാ ദേവി എന്നിവർ രാജിവെച്ചത്. രാജി പാർട്ടി തീരുമാനപ്രകാരമെന്ന് കൊല്ലം മധു. പാർട്ടിയുടെ തീരുമാനമാണ്. ഇന്ന് 5-ാം തീയതി മേയർ രാജിവെച്ചില്ലെങ്കിൽ CPIയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ രാജിവെക്കുക എന്നുള്ളത് ഇന്ന് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടി അവിടെ എടുത്ത തീരുമാനമാണ് രാജിവെക്കുവാൻ തീരുമാനിച്ചത്. ആ സ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങൾ രാജിവെച്ചിട്ടുണ്ട്. എന്നാൽ തിങ്കളാഴ്ച വരെ മേയർ സ്ഥാനത്ത് തുടരുമെന്ന് പ്രസന്ന ഏണസ്റ്റ് വ്യക്തമാക്കി. 10-ാം തീയതി രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബാക്കി ഇനി ഞാൻ പാർട്ടി നേതൃത്വത്തോട് ബന്ധപ്പെട്ട് ഞാൻ 10-ാം തീയതി സമ്മേളനമുണ്ട്. ഒരു പ്രോഗ്രാമില്ല. മേയറെ സംബന്ധിച്ച് ഇപ്പം ഞാൻ ഓഫീസിൽ വന്നു, അല്ലാതെ മറ്റു പ്രോഗ്രാം ഒന്നുമില്ല. 4 വർഷം CPIM-നും അവസാന 1 വർഷം CPIക്കും മേയർ സ്ഥാനം നൽകാമെന്നായിരുന്നു ഇടതുമുന്നണിക്കുള്ളിലെ മുൻധാരണ. 24 കൊല്ലം. പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും വാഗ്ദാനം ചെയ്ത് തൊടുപുഴ സ്വദേശി അനന്തുകൃഷ്ണൻ തട്ടിയെടുത്തത് 1000 കോടിയിലേറെ രൂപ. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ചുരുളഴിയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ജില്ലകളിൽ തട്ടിപ്പിന് ഇരയായി പരാതിയുമായി എത്തുന്നത്. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനവും ഗൃഹോപകരണങ്ങളും. അനന്തകൃഷ്ണന്റെ തട്ടിപ്പ് വാഗ്ദാനത്തിൽ സംസ്ഥാനത്തെങ്ങും പരാതി പ്രളയം. വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പാതി വില വാഗ്ദാനം ചെയ്ത് അനന്തകൃഷ്ണൻ തട്ടിയ തുക 1000 കോടിയിലേറെ. പ്രതിയുടെ ഒരക്കൗണ്ടിൽ മാത്രമെത്തിയത് 400 കോടി. കണ്ണൂരിൽ മാത്രം 2000-ലേറെ വനിതകൾ പരാതിയുമായി രംഗത്ത്. 100 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഗ്രൂപ്പിൽ ഇതിന്റെ അപ്ഡേഷൻ ചോദിക്കലുണ്ട്. അപ്പോൾ അപ്ഡേഷൻ ചോദിക്കുന്നതിന് നമുക്ക് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ കോളുകൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തയ്യൽ മെഷീൻ കൊടുത്താൽ 7000 രൂപേൻ്റെ തയ്യൽ മെഷീൻ ഒരു 3800 രൂപ അടച്ചാൽ തയ്യൽ മെഷീൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് കിട്ടി. അപ്പോൾ സ്വാഭാവികമായും ഒന്ന് കിട്ടി ഞാൻ വിശ്വസിക്കുമല്ലോ. മണി ചെയിൻ മാതൃകയിൽ ആളെ ചേർത്തത് പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികളും പ്രൊമോട്ടർമാരും വഴി. സാമൂഹ്യ പ്രവർത്തകരെയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും സൊസൈറ്റിയുടെ കോർഡിനേറ്റർമാരായി നിയമിച്ചു. പകുതി വിലയ്ക്ക് ഓണക്കിറ്റും ഗൃഹോപകരണങ്ങളും നൽകി ആദ്യം ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു. 700ഓളം പരാതികളാണ് നമ്മൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ലഭിച്ചിരിക്കുന്ന പരാതികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ടൗണിൽ 168/25 എന്ന രീതിയിൽ ചീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പരാതിക്കാർ സംഘടിച്ചു. അവർക്ക് ആർക്കും ഇതിൽ നമുക്ക് തൃപ്തരല്ല. നമുക്ക് അനന്തകൃഷ്ണൻ മാത്രം കേസെടുത്താൽ പോരാ, ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ്. അനന്തകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്ത് സമഗ്രമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഓൾറെഡി ആ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എല്ലാ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അറസ്റ്റ് ആൻഡ് റിമാൻഡായി. ബാക്കി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എല്ലാ നടപടി വളരെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരായ ആരോപണത്തിൽ തെളിവുണ്ടെങ്കിൽ അന്വേഷണം നടത്തുമെന്നും പോലീസ്. കൂടുതൽ പേർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോയെന്ന് അന്വേഷിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായും അടുപ്പം പുലർത്തിയ അനന്തകൃഷ്ണൻ ഈ ബന്ധം തട്ടിപ്പിനും ഉപയോഗപ്പെടുത്തി. തട്ടിപ്പ് വിവരം പുറത്തായതോടെ പണം തിരികെ നൽകി തലയൂരുകയാണ് BJP നേതാവ് AN രാധാകൃഷ്ണൻ. ആയിരക്കണക്കിന് ആളുകൾ പരാതിയുമായി രംഗത്തെത്തുമ്പോഴും പിടിയിലായ അനന്തകൃഷ്ണനെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്. ഓരോ സ്ഥലത്തും പുതിയ സീഡ് സൊസൈറ്റികൾ ഉദ്ഘാടനം ചെയ്തതും ഇരുചക്ര വാഹനങ്ങൾ കൈമാറിയതും അതത് സ്ഥലങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ. ഈ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്ററുകളായും പ്രചരിപ്പിച്ചു. താൻ വായ്പയായി നൽകി 25 ലക്ഷം രൂപ അനന്തകൃഷ്ണൻ തിരികെ നൽകിയില്ലെന്ന പരാതിയുമായി BJP സംസ്ഥാന സമിതി അംഗം ഗീതാകുമാരി രംഗത്തെത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയാണ് അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയതെന്നും ഗീതാകുമാരി. പ്രമീള ഉൾപ്പെടെ പലർക്കും ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. 25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഇതിനിടെ പണം തിരികെ നൽകി വിവാദത്തിൽ നിന്ന് തലയൂരുകയാണ് BJP നേതാവ് AN രാധാകൃഷ്ണൻ. AN രാധാകൃഷ്ണൻ ചെയർമാനായ സന്നദ്ധ സംഘടന സൈൻ ആളുകൾക്ക് പണം മടക്കി നൽകി തുടങ്ങി. AN രാധാകൃഷ്ണന്റെ ചിത്രം ഉപയോഗിച്ചും അനന്തകൃഷ്ണൻ പ്രചാരണം നടത്തിയിരുന്നു. തട്ടിപ്പിൽ ആയിരക്കണക്കിന് ആളുകൾ പരാതിയുമായി എത്തിയിട്ടും അനന്തകൃഷ്ണനെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്. ഇതിന്റെ പിന്നിൽ
ശക്തരായ പ്രബലരായ ദുഷ്ടബുദ്ധികളുണ്ട്. സത്യത്തിൽ ആ കുട്ടി ബലിയാടായി. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമല സ്വദേശികളും സാമ്പത്തിക തട്ടിപ്പിന് ഇരകളായി. 65,000 രൂപ കടം വാങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ വണ്ടിക്ക് കൊടുത്തത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ജോലിക്ക് വരാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇത് ഇത്രതായിട്ടും ജോലിക്ക് വരാൻ വണ്ടി കിട്ടാത്തൊരു പ്രയാസത്തിലാണ് ഞങ്ങളുള്ളത്. പരാതികളിൽ കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ലാലി വിൻസെന്റ് 7ാം പ്രതിയാണ്. സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാർ കേസിൽ പ്രതിയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഉത്തർപ്രദേശിലെ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രിവേണി സംഗമത്തിൽ പ്രധാനമന്ത്രി സ്നാനം നടത്തി. കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ അനുഗ്രഹമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാവിലെ 11 മണിയോടെ പ്രയാഗ്രാജിലെത്തിയ പ്രധാനമന്ത്രി ബോട്ടിൽ ത്രിവേണി സംഗമത്തിലേക്ക്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒപ്പം. കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ തീർത്ഥാടകരെ പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്തു. ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിയ പ്രധാനമന്ത്രി കുംഭമേളയോടനുബന്ധിച്ചുള്ള പൂജകളിലും പങ്കെടുത്തു. ത്രിവേണി സംഗമത്തിലെ സ്നാനം ദൈവികമായ നിമിഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനുവരി 13 ആരംഭിച്ച മഹാകുംഭമേള ഈ മാസം 26 മഹാശിവരാത്രിയോടെ അവസാനിക്കും. ഇതുവരെ 37 കോടി തീർത്ഥാടകർ പങ്കെടുത്തുവെന്നാണ് കണക്കുകൾ. 24 ഡൽഹി. അമേരിക്ക തിരിച്ചയച്ച 104 ഇന്ത്യക്കാരുമായി അമേരിക്കൻ സൈനിക വിമാനം പഞ്ചാബിലെ അമൃത്സറിലെത്തി. പഞ്ചാബ് പോലീസും കേന്ദ്ര ഏജൻസികളും വിശദമായ പരിശോധന നടത്തിയ ശേഷം മടങ്ങിയെത്തിയവരെ വീടുകളിലേക്ക് എത്തിക്കും. സാൻ അന്റോണിയോയിൽ നിന്നും പുറപ്പെട്ട C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനം 1:30 അമൃത്സർ ശ്രീ ഗുരുറാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി. പഞ്ചാബിൽ നിന്ന് 30 പേരും ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നും 33 പേരും മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് 3 പേർ വീതവും ചണ്ഡീഗഡിൽ നിന്നും 2 പേരുമാണ് വിമാനത്തിലുള്ളത്. തിരിച്ചെത്തിയവരെ വിമാനത്താവളത്തിൽ പഞ്ചാബ് പോലീസും കേന്ദ്ര ഏജൻസികളും കർശനമായ പരിശോധനകൾ നടത്തുകയാണ്. ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് കണ്ടെത്തിയാൽ അവരെ ഉടൻ അറസ്റ്റ് ചെയ്യും. മറ്റുള്ളവരെ സ്വന്തം നാടുകളിലെത്തിക്കാനാണ് തീരുമാനം. അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയച്ചത് സംബന്ധിച്ച് ഇന്ത്യയും US-ഉം ഔപചാരികമായി പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. 24 ഡൽഹി. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിച്ച KPCC ഉപസമിതിയുടെ റിപ്പോർട്ടിനെ ചൊല്ലി തൃശൂരിലെ കോൺഗ്രസിൽ തർക്കം തുടരുന്നു. റിപ്പോർട്ട് ചോർന്നതിന് പിന്നിൽ ജില്ലയിലെ കോൺഗ്രസ് നേതാവാണെന്ന് ചൂണ്ടിക്കാട്ടി മുൻ DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ നേതൃത്വത്തെ സമീപിച്ചു. ഇതിനിടെ ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ 18 മണ്ഡലം കമ്മിറ്റികളെയും പ്രസിഡന്റുമാരെയും സസ്പെൻഡ് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ തോൽവി പഠിക്കാൻ നിയോഗിച്ച അന്വേഷണ സമിതി റിപ്പോർട്ട് കോൺഗ്രസ് നേതാവ് അനിലക്കര തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. ഇതേ തുടർന്ന് കോൺഗ്രസിൽ രൂപപ്പെട്ട തർക്കം രൂക്ഷമാവുകയാണ്. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ തന്നെ പരാതിയുമായി AICC നേതൃത്വത്തെ സമീപിച്ചു. അതേസമയം KPCC പ്രഖ്യാപിച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ ഫണ്ടും K കരുണാകരൻ സ്മൃതി മന്ദിര നിർമ്മാണ ഫണ്ടും നൽകുന്നതിൽ വീഴ്ച വരുത്തിയ 18 മണ്ഡലം പ്രസിഡന്റുമാരെയും കമ്മിറ്റികളെയും സസ്പെൻഡ് ചെയ്തു. വയനാട് ഫണ്ട് പൂർണ്ണമായിട്ടും അടയ്ക്കാത്ത മണ്ഡലം കമ്മിറ്റികളെ സസ്പെൻഡ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. ഇത്രയും മണ്ഡലം കമ്മിറ്റികൾ വളരെ നിരുത്തരവാദപരമായിട്ടാണ് വയനാട് ഫണ്ട് അടയ്ക്കുന്ന കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. തൃശൂരിൽ BJPക്ക് വിജയം സമ്മാനിച്ചത് കോൺഗ്രസ് ആണെന്നും കോൺഗ്രസ് രാഷ്ട്രീയ ദുർബലത നേരിടുന്നുവെന്നും CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPക്ക് വിജയം സമ്മാനിച്ചത് യഥാർത്ഥത്തിൽ UDF തന്നെയാണ്, കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിക്കുന്നത്? ഇവരുടെ വോട്ട്, UDFന്റെ വോട്ട് അവരുടെ പെട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇയാൾ ജയിക്കില്ല. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾ തന്നെ ദുർബലമായ ജില്ലയിൽ ഇപ്പോഴത്തെ നടപടികൾ കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. 24 തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. തിരുവനന്തപുരം വെള്ളറട കിളിയൂരിൽ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തി. ജോസ് ആണ് കൊല്ലപ്പെട്ടത്. മകൻ പ്രജിൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, വലിയ നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? പോലീസ് പറയുന്നത് എന്താണ് ഷഫീദ്? ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ നടുക്കമുണ്ടാക്കുന്ന, ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് ഇന്ന് രാത്രി അവസാനിക്കാറാവുമ്പോൾ വരുന്നത്. ഇന്ന് രാത്രി 9:50 വെള്ളറട കിളിയൂർ പാൽ സൊസൈറ്റിക്ക് അടുത്തുള്ള സ്ഥലത്ത് അവിടെ ജോസ് എന്ന ആളെ
അദ്ദേഹത്തിന്റെ മകൻ തന്നെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. 70 വയസ്സായിരുന്നു ജോസിന്. ആ വീട്ടിൽ അമ്മയും അച്ഛനും മകനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എന്തോ വാക്കുതർക്കം ഉണ്ടായി എന്നുള്ള ഒരു വിവരം അത് നാട്ടുകാർ ഇപ്പോൾ പോലീസിനോടൊരു വിവരമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഈ അമ്മയുടെ വലിയ ബഹളം കേട്ട് അയൽക്കാരാണ് ഈ സംഭവ സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തുന്നത്. പിന്നാലെ വെള്ളറട പോലീസിൽ ഇവർ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ഒരു 10 മിനിറ്റുള്ളിൽ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി. അതിനുശേഷം ഈ മകനെ ആദ്യം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത്. ജോസിന്റെ മൃതദേഹം തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മകനെ വെള്ളറട സ്റ്റേഷനിലേക്ക് എത്തിച്ച് വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് നിലവിൽ ഇപ്പോൾ വിലയിരുത്തുന്ന കാര്യം. പക്ഷേ മറ്റെന്താണ് പ്രകോപന കാരണം എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും പോലീസിന് വ്യക്തതയില്ല. ഈ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. 28 വയസ്സായിരുന്നു ഈ മകൻ പ്രജിന. വലിയ വിദ്യാഭ്യാസമൊക്കെ നേടിയ ആളാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ശ്രീജിത്ത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. രമേശ് ചെന്നിത്തലയെ ഭാവി മുഖ്യമന്ത്രിയെന്ന് അവതാരകൻ വിശേഷിപ്പിച്ചതിൽ പരിഹാസവുമായി മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് രവി പിള്ളയെ നോർക്കാതിരിക്കുന്ന ചടങ്ങിലാണ് സ്വാഗത പ്രാസംഗികൻ രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹം തുറന്നു പറഞ്ഞത്. പ്രവാസി വ്യവസായി രവിപിള്ളയെ ആദരിക്കുന്ന പ്രൗഢഗംഭീരമായ വേദി. സദസ്സിൽ മന്ത്രി GR അനിൽ, രമേശ് ചെന്നിത്തല, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ. ചടങ്ങിന് സ്വാഗതം പറഞ്ഞത് പ്രോഗ്രാം ഓർഗനൈസറായ രാജ്മോഹൻ. പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രമുഖർക്ക് സ്വാഗതം പറയുന്നതിനിടയിലാണ് രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയായി വരണമെന്ന ആഗ്രഹം രാജ്മോഹൻ പരസ്യമാക്കിയത്. രമേശ് ചെന്നിത്തല സാർ, നേരത്തെ ഞാൻ കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെയും സിഹാബലി സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി രമേശ് ചെന്നിത്തല അവർ. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാഗതം പറഞ്ഞ രാജ്മോഹന് മറുപടി പറഞ്ഞത്. സ്വാഗത പ്രാസംഗികൻ രാഷ്ട്രീയം പറയില്ലെന്നും പറഞ്ഞ് ഒരു പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. ചെന്നിത്തലയോട് ഈ ചതി ചെയ്യണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി. അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത്. ഞാൻ ആ പാർട്ടിക്കാരനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്നാലും അങ്ങനെ ഒരു കടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത്. മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം കേട്ടതോടെ സ്റ്റേജിലുണ്ടായിരുന്ന ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ചിരിക്കുകയും ചെയ്തു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണമെന്ന് സംബന്ധിച്ച് ഉൾപ്പോര് തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ പരസ്യ പരിഹാസം. 24 തിരുവനന്തപുരം. കേരള സർവകലാശാലയിലെ SFIയുടെ സമരപന്തൽ പൊളിച്ചുമാറ്റി. സമരം ചെയ്ത SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് പന്തൽ പൊളിച്ചത്. സർവകലാശാല രജിസ്ട്രാർ കത്ത് നൽകിയതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. വിദ്യാർത്ഥി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുക എന്നാവശ്യപ്പെട്ടായിരുന്നു കേരള സർവകലാശാല ആസ്ഥാനത്തെ SFI സമരം. കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ പന്തൽ കെട്ടി നടത്തിയ സമരം പ്രവർത്തകർ പ്രധാന കവാടത്തിന് മുന്നിലേക്ക് മാറ്റി. കറുത്ത ബാനറുകളും VC-ക്കെതിരായ പോസ്റ്ററുകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധം. സമരം നീണ്ടുപോയതോടെ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ നീക്കം. പിന്നാലെ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം സമരപ്പന്തൽ പൊളിച്ചു നീക്കി. സംസ്കൃത കോളേജിന് മുന്നിൽ MG റോഡ് തടഞ്ഞ് വീണ്ടും SFI പ്രതിഷേധം. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കണം എന്നുള്ള കേവലമായ ഒരു ആവശ്യം ഉന്നയിച്ചതിനാണോ SFIക്കാരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഇങ്ങനെ തല്ലിച്ചു അടിക്കാൻ വേണ്ടിയിട്ട്, ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച കേരള VC മോഹനൻ കുന്നുമ്മലിന്റെ തൃശൂരിലെ വസതിയിലേക്കും SFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം. 20 കോടി രൂപയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ കണ്ണൂരിലെ ഇരിട്ടിയിൽ വിറ്റ ടിക്കറ്റിന്. ചക്കരക്കല്ലിയിലെ ലോട്ടറി ഏജന്റ് MG അനീഷ് വഴി വിറ്റ XD 387132 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം. 20 പേർക്കാണ് രണ്ടാം സമ്മാനമായ 1 കോടി രൂപ.
കണ്ണൂർ ഇരിട്ടിയിലെ മുത്തു ലോട്ടറി ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ആളാണ് 20 കോടിയുടെ ആ ഭാഗ്യശാലി. ഒന്നാം സമ്മാനം ലഭിച്ച XD 387132 എന്ന നമ്പറിലുള്ള ടിക്കറ്റ് അടക്കം 10 ലോട്ടറി ടിക്കറ്റുകൾ ഇരിട്ടിയിലെ ഏജൻസിയിൽ നിന്ന് വാങ്ങിയത് സത്യൻ എന്നയാൾ. വിൽക്കാനായി എടുത്തതാണോ സ്വയം ഭാഗ്യം പരീക്ഷിച്ചതാണോ എന്നതിൽ വ്യക്തതയില്ലെന്ന് ഏജൻസി ഉടമ അനീഷ് എം ജി. ഭാഗ്യശാലി കാണാമറിയത്ത് തന്നെ. ഇറ്റി ബ്രാഞ്ചിൽ സത്യം എന്ന് പറഞ്ഞ ഒരാളാണ് 10 ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അതിൽ ഉള്ള ഒരു ടിക്കറ്റാണ്. അപ്പോൾ അവർ സ്വന്തം പരീക്ഷിക്കാൻ 10 ടിക്കറ്റ് നമ്മൾ സ്വന്തം എടുക്കുന്നവർക്കും കൊടുക്കും. ഏജന്റ് ആണോ അതോ ഏജന്റ് ആകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് വിവരം. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്കാണ് ലഭിക്കുക. ഒന്നാം സമ്മാനത്തിന് അർഹമായ ലോട്ടറി വിറ്റ് ഏജന്റിന് ഏജൻസി കമ്മീഷനായി 2 കോടി ലഭിക്കും. തിരുവോണം ബമ്പർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പർ. 24 കണ്ണൂർ. വാർത്തകളിലേക്ക് വീണ്ടും. സംസ്ഥാന ബജറ്റ് മറ്റന്നാൾ. കേരളത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥയാവുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം, തീരശോഷണം, പരിസ്ഥിതിലോല മേഖലകൾ തുടങ്ങി കാരണങ്ങൾ പലതാണ്. ദുരന്തങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ, തുടർ ദുരന്ത സാധ്യതകളെ നേരിടാൻ കേരളം ബജറ്റിൽ എന്താകും കരുതുന്നത്? കേന്ദ്രം അവഗണിച്ച മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും കേരളം എന്ത് നൽകും? സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷകളേറെയാണ്. ഓഖിക്കും പ്രളയത്തിനും ശേഷം ഒന്നിനു പിറകെ ഒന്നായി ദുരന്തങ്ങൾ നേരിടുകയാണ് കേരളം. ദുരന്ത നിവാരണത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനുമെല്ലാം ബജറ്റിലെ നീക്കിയിരിപ്പിന് എത്രയോ മുകളിലാണ് ഈ കാലയളവിൽ ചെലവഴിച്ചത്. ഇത്തവണ ബജറ്റിൽ ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനെ നേരിടാൻ കൂടുതൽ തുക വകയിരുത്തുമോ? പ്രതീക്ഷയുണ്ട്. 2018 ശേഷം അപ്രതീക്ഷിത ദുരന്തങ്ങൾ നേരിടാൻ കേരളം ബജറ്റിന് പുറമെ 4273 കോടി രൂപ ചെലവഴിച്ചതായാണ് കണക്ക്. ഈ കാലയളവിൽ കേന്ദ്രത്തോട് 9089 കോടി രൂപ കേരളം ആവശ്യപ്പെട്ടു. പക്ഷേ കിട്ടിയതാകട്ടെ 2018 പ്രളയത്തിന്റെ 2904 കോടി രൂപ മാത്രം. കഴിഞ്ഞ 12 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ അപ്രതീക്ഷിതമുണ്ടായ ദുരന്തങ്ങൾ മറികടക്കാൻ കേന്ദ്രത്തോട് 18,910 കോടി രൂപ ആവശ്യപ്പെട്ടു. പക്ഷേ കിട്ടിയത് 3146 കോടി രൂപ മാത്രം. ദുരന്ത നിവാരണ ഫണ്ടിൽ 75% കേന്ദ്രവും 25% സംസ്ഥാനവുമാണ് വകയിരുത്തുന്നത്. പക്ഷേ അപ്രതീക്ഷിത ദുരന്തങ്ങളിൽ സംസ്ഥാനം ചെലവഴിച്ച തുക പോലും കേന്ദ്രം നൽകിയില്ല. ഈ സാഹചര്യത്തിൽ 16ാം ധനകമ്മീഷനോട് 13,900 കോടി രൂപയുടെ പ്രത്യേക പാക്കേജും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രം നൽകുന്ന തുക കാത്തിരിക്കണമോ? സ്വന്തം നിലയിൽ പുനരധിവാസ മുൻകരുതൽ നടപടികളുമായി കേരളം മുന്നോട്ട് പോകണമോ? ഇതുവരെയുള്ള അനുഭവത്തിൽ കേന്ദ്രത്തിൽ നിന്ന് വലിയ പ്രതീക്ഷ വേണ്ട. സംസ്ഥാനം ഈ പ്രതിസന്ധി മറികടക്കാൻ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബജറ്റിലെ പ്രതീക്ഷ. 2018 മുതൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആസൂത്രണത്തെ അട്ടിമറിച്ചത് കൂടുതലും ഇടയ്ക്കിടെയുണ്ടായ ദുരന്തങ്ങൾ തന്നെയാണ്. ഇതുകൂടാതെ ആഗോളതാപനം ഉൾപ്പെടെയുള്ള ആഗോള പ്രതിഭാസങ്ങൾ തീരമേഖലയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ. അതുകൊണ്ട് തന്നെ ഭാവിയെ മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ആത്മവിസ്മൃതിയിൽ നിന്നും മുക്തരായി ഹിന്ദു സമൂഹത്തിൽ ഐക്യം ഉണ്ടാകണമെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് 113ാമത് ഐരൂർ ഹിന്ദുമത പരിഷത്തിന്റെ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. RSS നേതാവ് നന്ദകുമാറിന്റെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു മോഹൻ ഭാഗവത് ഹിന്ദു ഏകതാ സമ്മേളനത്തിന് എത്തിയത്. 113 വർഷം മുൻപ് ഹിന്ദു ഐക്യത്തിനു വേണ്ടി രൂപീകരിച്ച് പ്രവർത്തനം തുടരുന്ന ഹിന്ദുമത മഹാമണ്ഡലത്തിനു മുന്നിൽ 100 വർഷം മുൻപ് മാത്രം രൂപീകരിച്ച RSSനെ പ്രതിനിധീകരിക്കുന്ന താൻ എളിയവനായാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ മോഹൻ ഭാഗവത് പ്രസംഗം ആരംഭിച്ചത്. ഹൈന്ദവ സമൂഹത്തിന്റെ ഐക്യത്തിലൂടെ ലോകത്തിന് നന്മയുണ്ടാകും. ഹിന്ദു എന്നത് ഒരു സ്വഭാവത്തിന്റെ പേരാണെന്നും മോഹൻ ഭാഗവത്. ये धर्म बताता है वो धर्म हिंदू का स्वभाव है और इसलिए हिंदू एक होगा तो विश्व कल्याण होगा. लेकिन हिंदू एक होगा कैसे? इतना विशाल हिंदू समाज इतने दिनों से विभक्त होकर आपस में लड़ रहा है, वो एक होगा कैसे? ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത കൃതിയായ ശ്രീനാരായണ സ്മൃതിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഡോക്ടർ G. അനന്തരാജ് തയ്യാറാക്കിയ മലയാള പരിഭാഷയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. കുരുക്ഷേത്ര പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പുസ്തകം സ്വാമി ചിദാനന്ദ ഭാരതി ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ഹരിദാസ്, പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ J. നന്ദകുമാർ, കാഭ സുരേന്ദ്രൻ, ഹിന്ദുമത മഹാമണ്ഡലം സെക്രട്ടറി D. രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. RSS നേതാവ് നന്ദകുമാറിന്റെ പന്തളത്തെ വീട്ടിലെത്തിയ ശേഷമാണ് മോഹൻ ഭാഗവത് ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത്. 24 പത്തനംതിട്ട.
കൊച്ചിൻ ഹനീഫ മെമ്മോറിയൽ മാധ്യമ പുരസ്കാരങ്ങൾ കോഴിക്കോട് വിതരണം ചെയ്തു. മികച്ച ന്യൂസ് റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം ഏറ്റുവാങ്ങി. പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ ചേർന്നാണ് മൊമെന്റോയും സാക്ഷ്യപത്രവും സമ്മാനിച്ചത്. ചടങ്ങിൽ മമ്മി സെഞ്ചുറി, അനിൽ സെബാസ്റ്റ്യൻ, കൊച്ചിൻ ഹനീഫ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ AK സത്താർ, K വിജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. 24 റൗണ്ടപ്പ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.